ലഹരി വിൽപ്പനയുടെയും കച്ചവടത്തിന്റെയും വാർത്ത കേട്ട് മടുത്തിട്ടുണ്ടാകും മലയാളത്തിന്. ഇവിടെ ഇതാ ഒരു 10 വയസ്സുള്ള സ്വന്തം മകനെയാണ് അച്ഛൻ ലഹരി കച്ചവടത്തിനായി ഉപയോഗിച്ചതെന്നുള്ള വാർത്തയാണ് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് വരുന്നത്. തിരുവല്ല സ്വദേശിയാണ് മകന്റെ ശരീരത്തിൽ MDMA ഒളിപ്പിച്ച് കച്ചവടം നടത്തിയിരിക്കുന്നത്. MDMA പൊതികളാക്കി മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചായിരുന്നു വിതരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ അന്തർ സംസ്ഥാന ലഹരി മരുന്ന് മാഫിയ തലവനാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. MDMA കച്ചവടത്തിന് മറയാക്കിയത് സ്വന്തം മകനെ. MDMA പ്ലാസ്റ്റിക് കവറിൽ പൊതികളാക്കും. ഈ ലഹരി മരുന്ന് പൊതികൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചുവെക്കും. പിന്നീട് ബൈക്കിലും കാറിലും 10 വയസ്സുകാരനുമായി സഞ്ചരിച്ചായിരുന്നു ലഹരി മരുന്ന് വിതരണം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചായിരുന്നു കച്ചവടം. ലഹരി കച്ചവടത്തിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇയാളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഡാൻസ് ഓഫ് സംഘവും തിരുവല്ല പോലീസും ചേർന്ന് 3.78 ഗ്രാം MDMA പിടിച്ചെടുത്തത്. കോളേജ് വിദ്യാർത്ഥികളും പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഇയാളിത് മിക്കവാറും ഇത് സെയിൽ ചെയ്യുന്നത്. മറ്റു പ്രൊഫഷൻ ഒന്നുമില്ല. ഈ ഡ്രഗ്സ് വിറ്റ് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിന് ഒരു വലിയൊരു വിപത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. എക്സൈസുകാരും ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് വളരെ കോൺസ്പിക്വസ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻ്റാണ്. ഞങ്ങളും അത്രയും ജാഗ്രത എടുത്തിട്ടാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പുതുതലമുറയെ തന്നെ ഇയാൾ നശിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നത്. തുടർന്നും ഇയാൾക്കെതിരെ ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രതി മാരക ലഹരിമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ഇയാൾ MDMA കൂടുതൽ അളവിൽ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട.